കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ. ഞാൻ ആ ന്യൂസ് ഇവിടെ എന്തായാലും പ്ലേ ചെയ്യുന്നില്ല, കാരണം എനിക്കതെന്തോ കേട്ടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു കുട്ടി മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു 24 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്ക് പ്രായമുള്ളൂ. ജീവിതം ഒരുപാട് മുന്നോട്ട് കിടക്കുന്നുണ്ട്. എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടാവും. ചെറിയ മക്കളാണ്, 3 or 4 വയസ്സ് പ്രായമുള്ള മക്കളാണുള്ളത്. എത്ര സ്വപ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാവും. ആ മക്കളൊത്ത് ജീവിക്കണം, മുന്നോട്ട് ഇനിയും ഒരുപാട് നാൾ ജീവിക്കണം. എത്രത്തോളം സ്വപ്നം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്ക്. എന്നെനിക്ക് അതിൻ്റെ ആ വീഡിയോ ഞാൻ ശരിക്കും മുഴുവൻ കണ്ടിട്ടുമില്ല, കാരണം എനിക്ക് എന്തോ കാണാൻ തോന്നിയില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും സമൂഹം ഒരാൾ തെറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് തെളിയുന്നതിന് മുമ്പ് അയാൾ ഒറ്റപ്പെടുത്തുക, അയാൾക്ക് നേരെ കളിയാക്കലുകൾ അല്ലെങ്കിൽ 4 ആൾ കൂടുന്നോടത്ത് അയാൾ ഒറ്റപ്പെടുത്തി സംസാരിക്കുക, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അയാൾ കുറ്റപ്പെടുത്തുക, കുത്തിപ്പറയുക, ഇതൊക്കെ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയവർക്ക് മാത്രമാണ് ഇന്ന് ആ കുട്ടി അനുഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരുവിധം മനക്കെട്ടിയുള്ളവർക്കൊന്നും അത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരു അവസ്ഥയുണ്ട് ജീവിതത്തിൽ. ശരിക്കും അത് അനുഭവിച്ചവർക്ക് മാത്രം മനസ്സിലാവും. കാരണം നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ആ തെറ്റ് നമ്മൾ ചെയ്തു എന്ന് സമൂഹം നമ്മളോട് പറയുകയാണ്. നമ്മൾ അങ്ങനത്തെ ആളാണ്, നമ്മൾ ആ തെറ്റ് ചെയ്തു എന്ന്. അത് അവരങ്ങ് ഡിസൈഡ് ചെയ്യാണ് നമ്മൾ അങ്ങനെയാണ് എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്കും നമ്മൾ മനസ്സാക്ഷിക്കും നല്ല ഉറപ്പുണ്ട്. പക്ഷെ സമൂഹം അത് സമ്മതിക്കുന്നില്ല. നമ്മൾ ചെയ്തു എന്ന് കാണാനാണ് അവർക്കൊക്കെ ആഗ്രഹം. ആ ഒരു സിറ്റുവേഷൻ ശരിക്കും കടന്നുപോയവർക്ക് മാത്രം മനസ്സിലാവുന്നൊരു കാര്യമാണ്. ആ കുട്ടി മരിച്ചതിന് മുമ്പ് ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മരണത്തോടെയെങ്കിലും ഈ സത്യം തെളിയണം. കാരണം മരിച്ചാലെങ്കിലും ഇത് തെളിയിക്കാനുള്ളൊരിത് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് ആ വഴി തിരഞ്ഞെടുത്തത്. ഞാൻ നാളെ എൻ്റെ മക്കൾക്ക് ഇങ്ങനൊരു ഉമ്മാൻ്റെ മക്കളാണ് നീ എന്നുള്ളൊരു വിധി വരരുത് എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും എൻ്റെ മരണം കൊണ്ടെങ്കിലും അത് തെളിയണം എന്നത് വിചാരിച്ചിട്ടുണ്ടാവുക. എന്താണെങ്കിലും സത്യം പുറത്തു വരട്ടെ. ഈ 2 ദിവസം കൊണ്ട് ഇതിൻ്റെ ന്യൂസിൻ്റെ ചൂടൊക്കെ ഇതാകുമ്പോൾ അതങ്ങ് അടങ്ങിപ്പോവാണ്ട് എന്താണെങ്കിലും ആ കുട്ടികൾക്കെങ്കിലും നീതി ലഭിക്കട്ടെ. കാരണം എൻ്റെ ഉമ്മ ഇങ്ങനത്തെ ഒരു ഉമ്മയല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഉമ്മ ഇങ്ങനത്തെ ഒരു ഉമ്മയല്ല എന്നുള്ളത് കാലം അവർക്ക് മുമ്പിൽ തെളിയിച്ച് കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും മരണം തിരഞ്ഞെടുക്കാതിരിക്കുക. എന്ത് നമ്മളെപ്പറ്റി എന്ത് ആരോപിച്ചാലും മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം, അതിൽ കൂടുതലൊന്നുമില്ല. അവർക്ക് വേറെ ന്യൂസ് കിട്ടുമ്പോൾ അവർ അതിൻ്റെ പിന്നാലെ പോകും. അത് നാട്ടുകാരാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ചുറ്റുപാടുള്ളവർ ആരാണെങ്കിലും. പിന്നെ നമ്മളെ കൂടെ താങ്ങായിട്ട് നിൽക്കേണ്ട ഒരു ഭർത്താവ് എന്ന് പറഞ്ഞൊരു ആ കുട്ടിക്കുണ്ടായിരുന്നു. സംശയരോഗം, DNA ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും എല്ലാം നല്ലതിനാവട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ മനസ്സിലാക്കാനും നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും പെൺകുട്ടികളോടാണ് പറയുന്നത്, മരിക്കണം എന്നുള്ള ഡിസിഷൻ എടുക്കാതിരിക്കുക. ആ ഒരു സമയമുള്ളൂ. ആ സമയത്ത് നമ്മൾ അതിജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് ആരെയും എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്കത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.